ഞാനൊക്കെ ആദ്യകാലത്ത് പർദ്ദയെ എതിർത്ത ആളാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പർദ്ദയിട്ടിട്ടുള്ള ഇപ്പോൾ എൻ്റെ കൊടുങ്ങല്ലൂർ ഒരാൾ പോലും പർദ്ദയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആണും പെണ്ണും ഒരുമിച്ച് ഇടപഴകി സഞ്ചരിക്കാൻ പാടില്ല, വ്യായാമം ചെയ്യാൻ പാടില്ല, എന്ത് ഫൂളിഷ്നെസ് ആണെന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച്. ഞാനതിനെ പ്രോഗ്രസീവായിട്ട് എതിർക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു പ്രോഗ്രസീവ് ചിന്ത വെച്ചിട്ട്, കാരണം പുതിയ കാലത്ത് അത് അസംഭവ്യമാണ്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അപ്പം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ MT മരിച്ചു കഴിഞ്ഞപ്പോൾ MTയെ പലരും ചോദ്യം ചെയ്യും. MTയുടെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പറയുന്നു, MTയുടെ പാട്രിയോട്ടിക് കാഴ്ചപ്പാടാണ് സിനിമയിലെ കഥാപാത്രങ്ങൾക്കുള്ളതെന്ന് പറയും. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ബീഫില്ലാതെ പെറോട്ടയും ബീഫും നമ്മുടെ ദേശീയ ഭക്ഷണമാണ് മലയാളികളെ സംബന്ധിച്ചോളം. ഇത് കടയിൽ വെക്കുമ്പോൾ ഹലാൽ ഫുഡെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കുന്നത് ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു ഫാഷനാണ്. അത് ഫാഷന് അപ്പുറത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു മതം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സിനിമകൾ വന്ന് നമുക്കറിയാലോ. ഇപ്പോൾ നോർത്തിൽ നിന്ന് വന്നപ്പോൾ കേരള സ്റ്റോറി വരെയുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഡാമേജ് ഉണ്ട്. മലയാളി കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നോർത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതൊക്കെ കുറേയൊക്കെ ബോധപൂർവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള, കേരളമല്ല ഇപ്പോൾ തമിഴ്നാടൊക്കെ തന്നെ അങ്ങനെയാണ്, എത്രയും സെക്യുലർ ആയിട്ടുള്ള ഈ പ്രദേശങ്ങളെ അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ അങ്ങനെ സെക്യുലർ അല്ലാണ്ടാക്കി മാറ്റുക ഒരു അജണ്ടയുടെ ഭാഗമാണ്. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ട അത് സിനിമ പോലെ സിനിമയിൽ ഇല്ലെന്ന് പറയുമെങ്കിൽ കൂടി നമ്മുടെ സാംസ്കാരിക ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും നമ്മുടെ സാമൂഹിക ഇടങ്ങളിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലൊക്കെ ഇത് കയറി ഇടപെടുന്നൊരവസ്ഥ കൂടിയുണ്ട്. അത് സാറിപ്പോൾ ഈ പറഞ്ഞ പോലെ കമാലുദ്ദീൻ ആവുന്നതൊക്കെ ഇതിൻ്റെ തന്നെ ഭാഗമാണ്. അത് ഈ സമീപകാലത്ത് അത് കൂടിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് വിഷയമാവുന്നത്. നമ്മൾ പറയുന്ന വിഷയത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മാറി നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് പലപ്പോഴും വിഷയമാവുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുമ്പോൾ സിനിമാ പ്രവർത്തകർക്കിടയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സിനിമകൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ചിലപ്പോൾ വേറെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ ഈ സവർണ മാടമ്പി കഥാപാത്രങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ സിനിമകൾ ഉണ്ടാക്കിയ ഒരു വല്ലാത്ത ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ആ രാഷ്ട്രീയത്തോട് അത് ചേർന്ന് വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാബറി മസ്ജിദിന് ശേഷം ആ രാഷ്ട്രീയം ഇവിടെ ഇന്ത്യയിൽ കൂടുതൽ വേരുറപ്പിക്കുന്ന സമയത്ത് മലയാള സിനിമയിലും അത്തരം സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കൂട്ടി വായിക്കപ്പെട്ടു എന്നുള്ളതാണ് സിനിമ അതിന് കൊടുത്തിട്ടുള്ള ഒരു വലിയ കുഴപ്പം. അറിഞ്ഞോ അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, വസ്ത്രത്തിൻ്റെ കാര്യം പറയാം. ഇപ്പം നമുക്ക് ഈ മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ പർദ്ദ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ശരിയോ ശരിയല്ല എന്നുള്ള ചോദ്യമുണ്ട്. ഞാനൊക്കെ ആദ്യകാലത്ത് പർദ്ദയെ എതിർത്ത ആളാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പർദ്ദയിട്ടിട്ടുള്ള, ഇപ്പോൾ എൻ്റെ കൊടുങ്ങല്ലൂർ ഒരാൾ പോലും പർദ്ദയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വല്യമ്മമാരായാലും ശരി, ഉമ്മമാരും അമ്മായിമാരും ഒക്കെ ഒന്നും ആരും പർദ്ദയിട്ട് കണ്ടിട്ടില്ല. ഈ കാതിലേക്ക് ഇങ്ങനെ സ്വർണ്ണം ഇട്ടിട്ട് ചിറ്റിടാന്ന് പറയും, അങ്ങനെയൊക്കെ പെങ്കുപ്പായൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മുടെയൊക്കെ വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്, ഒരു കേരളീയ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ അത് മാറിക്കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗൾഫിൻ്റെ സ്വാധീനം തന്നെയാണ്. ആ വസ്ത്രം കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നി, എല്ലാവരും അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് പിന്നീട് വ്യാപകമായി കഴിഞ്ഞപ്പോൾ ആ രീതിയിലേക്ക് മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. ഈ വസ്ത്രം ഇട്ടവരൊക്കെ കുഴപ്പക്കാരാണ്, തീവ്രവാദികളാണ്. ഇപ്പുറത്ത് സ്വാഭാവികമായിട്ടും മറ്റു രീതിയിലേക്ക് ഹിന്ദു ഇതിൻ്റേത്. അപ്പോൾ വസ്ത്രം ആ രീതിയിൽ സ്വാധീനിക്കാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും മോശമായ സംസാരങ്ങളൊക്കെ നമുക്കറിയാലോ ഉണ്ടാകുന്നു, സോഷ്യൽ മീഡിയയുടെ കാലത്ത് പ്രത്യേകിച്ചു. ഭക്ഷണം എന്ന് പറയുന്നത് നിർഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ ഉണ്ടായത്. കാരണം വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഈ ബീഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മലയാളി, എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ബീഫില്ലാതെ പെറോട്ടയും ബീഫും നമ്മുടെ ദേശീയ ഭക്ഷണമാണ് മലയാളികളെ സംബന്ധിച്ചോളം. അപ്പോൾ അത് മാറ്റി നിർത്തിയിട്ടൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇന്നും ഇതൊക്കെ പറയുന്ന ആൾക്കാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ബീഫ് കഴിക്കാനായിട്ട് മോഹമുണ്ടാവും, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക്, അല്ലാത്തവർക്ക് അതില്ല. അപ്പോൾ അത് വലിയൊരു പാതകമായി ചിത്രീകരിക്കുകയും പിന്നെ ഈ ഹലാൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് വന്ന്, പണ്ട് ബോർഡ് വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഭക്ഷണത്തിൻ്റെ ഇതിൽ പറയുമ്പോൾ ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ തന്നെ എൻ്റെ കോഴിനെ ഇറക്കുക, അതുപോലെ തന്നെ പോത്തിനെ ഇറക്കുക. പോത്തിറച്ചി എന്നാണ് ഞങ്ങളുടെയൊക്കെ അവിടെ പറയാറുള്ളത്, ബീഫ് എന്നല്ല പറയാം. അതുപോലെ തന്നെ ആട്ടിറച്ചി, ഇതൊക്കെ തന്നെ നമ്മുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നിരുന്ന സാധനമാണ്. ഈ ഹലാൽ എന്ന് പറയണത് അത് മുസ്ലിം വീടുകളിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അന്നും ഇറക്കുമ്പോൾ ബിസ്മില്ലി ഇറക്കുക എന്നൊക്കെ പറയണത്, അതിലപ്പുറത്ത് ഇതിൻ്റെ അകത്തൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ഒരു വലിയ പാതകമായിട്ട് ഇപ്പോൾ വേറെ ആൾക്കാർ അവരുടെ ഇറച്ചി ഇറക്കുമ്പോൾ അവരുടെ മതത്തിന് ഇപ്പോൾ ക്രൈസ്റ്റിനെ ഓർത്തിട്ട് പന്നിനെ അറുത്താലോ അല്ലെങ്കിൽ ബീഫിനെ അറുത്താലോ ഒന്നും ഒരു തെറ്റുണ്ടെന്ന് തോന്നണില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇത് കടയിൽ വെക്കുമ്പോൾ ഹലാൽ ഫുഡെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കുന്നത് ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു ഫാഷനാണ്. അത് ഫാഷന് അപ്പുറത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു മതം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ ഫുഡിൽ അങ്ങനെ ഓരോന്നിലും ഇത് കൊണ്ടുവരുമ്പോഴാണ് ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്തിന് ഇതിന് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇൻറ്റൻസിറ്റി കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമയിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സിനിമകൾ വന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നോർത്തിൽ നിന്ന് വന്നപ്പോൾ കേരള സ്റ്റോറി വരെയുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഡാമേജ് ഉണ്ട്. ഈ മലയാളി കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നോർത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതൊക്കെ കുറേയൊക്കെ ബോധപൂർവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള, കേരളമല്ല ഇപ്പോൾ തമിഴ്നാടൊക്കെ തന്നെ അങ്ങനെയാണ്, എത്രയും സെക്യുലർ ആയിട്ടുള്ള ഈ പ്രദേശങ്ങളെ അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ അങ്ങനെ സെക്യുലർ അല്ലാണ്ടാക്കി മാറ്റുക ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് കേരളത്തിനെ സംബന്ധിച്ചുള്ള മലയാളികളുടെ ഈ ജീവിതത്തിൻ്റെ ഹാർമണിയെ തകർക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. എന്നാലും അവരുടെ രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഹിന്ദു മുസ്ലിം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സ്വത്വം അതിലല്ലാണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും, അത് ഏത് മതത്തിൽപ്പെട്ടായാലും ഏത് ജാതിപ്പെട്ടായാലും കലാകാരനായാലും ശരി സാധാരണ മനുഷ്യനായാലും ശരി, അവരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്യുലറിസം അല്ലെങ്കിൽ സെക്യുലർ മനസ്സ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫണ്ടമെൻ്റലിസ്റ്റാണ് അപ്പുറത്തുള്ളത്. അതെല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹിന്ദുത്വയിൽ മാത്രമല്ല ഇപ്പുറത്തും ഉണ്ട്, എല്ലാ മതത്തിലുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമാണ്. ഒരു ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ഈ സെക്യുലർ കൺട്രി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഇല്ലാണ്ടാവും, നമ്മുടെ ഭരണഘടന ഇല്ലാണ്ടാവും. അപ്പോൾ അത് നിലനിർത്താനായിട്ട് സിനിമയിലും കലാസൃഷ്ടികളിലൊക്കെ തന്നെ നമ്മൾ ബാധ്യസ്ഥരാണ്, അറിഞ്ഞോ അറിയാതെയോ. അല്ലാണ്ട് ഇപ്പോൾ ആ രാഷ്ട്രീയം നമുക്ക് സിനിമയിൽ പ്രകടമാക്കണമെന്ന് നിർബന്ധമുണ്ട കാര്യമില്ല. അറിഞ്ഞോ അറിയാതെ നമ്മൾ ദോഷം ചെയ്യാത്ത രീതിയിലേക്ക്, സൊസൈറ്റിക്ക് ദോഷമില്ലാത്ത രീതിയിൽ കഥ പറയുക, സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. മേഘമൽഹാർ സിനിമ എടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് പറയുന്നത് തന്നെ, ഈ കാലത്താണ് മേഘമൽഹാർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് അതിനെ സമീപിച്ചേനെ എന്നുള്ളത്. ഒരുപക്ഷെ ക്ലൈമാക്സ് ഇങ്ങനെ ആകുമായിരുന്നില്ല, കുറച്ചും കൂടെ നീണ്ടുപോകുന്ന അവരുടെ ഒരു മീറ്റിങ്ങോ ഒരു ഹോട്ടലിൽ മുറി എടുക്കുന്നതിലൊക്കെ ആയിരിക്കും സിനിമ എൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പെരുമഴക്കാലത്തിലേക്ക് വരികയാണ്. ആ സിനിമ ഇന്നത്തെ ഒരു ഇന്ത്യയുടെ ഒരു സവിശേഷ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു സാർ? അല്ല, രണ്ടും പറയാം. മേഘമൽഹാറിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് തിരുത്തുകയാണ്, സത്യസന്ധമായിട്ട് എന്നുള്ളത്. കാരണം അന്ന് സത്യസന്ധമല്ലാണ്ട് അത് ചെയ്തിട്ടില്ല. അന്നത്തെ സോഷ്യൽ സാഹചര്യത്തിൽ അതായിരുന്നു ശരി. കാരണം രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു നമ്മൾ പറയുന്ന പരിശുദ്ധിയല്ല, അതിനപ്പുറത്ത് ഒരു തലമുണ്ട്. കാരണം നമുക്കിങ്ങനെ ആകാൻ കഴിയും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് രണ്ട് കഥാപാത്രങ്ങൾ അതിൽ പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ പരിശുദ്ധി എന്നുള്ളതല്ല സ്ത്രീ പറയുന്നത്. അവർ പറയുന്നത് എന്താണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് വേദനിപ്പിക്കേണ്ടി വരും. കാരണം ചില ബന്ധങ്ങൾ ശിഥിലമാകും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിൽ പറയുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് വേദനിപ്പിക്കേണ്ടി വരും, നിനക്ക് പ്രിയപ്പെട്ടവരെ നീ വേദനിപ്പിക്കേണ്ടി വരും. അതൊഴിവാക്കുക എന്നുള്ളതാണ്. അത് ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രണയം ത്യജിക്കുകയാണ് അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് അതിൻ്റെ ക്ലൈമാക്സിൽ അവർ ഹലോ എന്ന് പറഞ്ഞിട്ട് ഈ ഇമോഷണൽ ബോണ്ടിങ് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും ചിന്തിക്കാമെന്ന് പറഞ്ഞത്. ഒരു പക്ഷേ അങ്ങനെ എൻ്റെ പ്രണയം എനിക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ വേറെ ആരുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ എനിക്ക് ബാധകമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഹോട്ടലിൽ ചിലപ്പോൾ റൂം എടുത്തുനിന്ന് വരും, അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ബയോളജിക്കൽ നീഡായിരിക്കാം, ഫിസിക്കൽ റിലേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യാം. അത് ചെയ്യണമെന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചെയ്യാണ്ട് ഒരുപാട് പേര് ഇപ്പോഴും ജീവിക്കുന്നില്ലേ, എപ്പോഴോ ചെറുപ്പക്കാർ എത്രയോ പേര് ഇപ്പോഴും ഉണ്ട്. എല്ലാവരും അത് ചെയ്യുന്നുള്ള അർത്ഥമില്ലല്ലോ. അങ്ങനെ പുതിയ തലമുറയെ നമ്മൾ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ്. അതായത് നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് വേദനിപ്പിക്കേണ്ടി വരും എന്നുള്ള പഴയൊരു സെൻറ്റിമെൻസാണ്. ആ സെൻറ്റിമെൻറ്റ്സ് ആ സിനിമയിൽ ഉണ്ട്. ആ സെൻറ്റിമെൻറ്റ്സ് ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം ഉണ്ടാവില്ല. കാരണം എൻ്റെ ഇഷ്ടം എനിക്ക് പ്രിയപ്പെട്ടതാണ്, എനിക്ക് പ്രധാനപ്പെട്ടത് അതാണെന്ന് ചിന്തിക്കുന്നവരാണ് പുതിയ കാലത്തുള്ള എല്ലാ തലമുറയും. അത് ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം എനിക്കൊരു ജീവിതമുള്ളൂ, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കണം എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ മേഘമൽഹാർ ഇപ്പോൾ ക്ലൈമാക്സ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. മറ്റൊന്ന്, ഇപ്പോൾ പെരുമഴക്കാലത്തിൻ്റെ കാര്യം പറഞ്ഞു. പെരുമഴക്കാലത്തിൽ
ഇപ്പോഴും ചെയ്തുകൊണ്ടെങ്കിലും അതിന് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏത് കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ആ ഒരു മതത്തെ കളിയാക്കാനോ മതത്തിൻ്റെ എന്തെങ്കിലും ഒരു മൂല്യങ്ങളെ കുറച്ച് കാണിക്കാനോ ഒന്നും ആ സിനിമയിൽ ശ്രമിച്ചിട്ടില്ല. പേരുകൊണ്ട് മുസ്ലിമും ഹിന്ദു ആയിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് വേറെ രീതിയിലൊരു വിമർശനം വന്നിരുന്നു. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വന്നിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗംഗയാണ് മാപ്പ് കൊടുക്കുന്നത്. റസിയക്ക് ഗംഗ മാപ്പ് കൊടുക്കുന്നത്, അഗ്രഹാരത്തിലെ ഒരു ബ്രാഹ്മൺ പെൺകുട്ടിയാണ് മാപ്പ് കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് റസിയക്ക് ആ ബ്രാഹ്മണ സ്ത്രീയുടെ കാല് പിടിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലൊരു വിമർശനം അന്ന് കേട്ടു. ഞാനതിനെ പുച്ഛത്തോടുകൂടിയേ കാണുന്നുള്ളൂ. കാരണം അവിടെ എന്തിനാണ് നമ്മൾ മതം കയറ്റുന്നത്? ഗംഗ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മാനസിക നില നമ്മൾ നോക്കിയാൽ പോരെ. അവർ ഏത് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതെന്ന് നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തിരിച്ചാണെങ്കിലും റസിയ ആണ് മാപ്പ് കൊടുത്തിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അവിടെ എനിക്കുണ്ടായിരുന്ന, ഞങ്ങൾ കഥ ആലോചിക്കുമ്പോൾ ഇത് രണ്ടും ആലോചിച്ചിരുന്നു, എന്തുകൊണ്ട് തിരിച്ചിട്ടൂടെന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ അവിടെ നമുക്കുണ്ടായിരുന്നത് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറവാണ്. കാരണം അവൾക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവരുടെ ചിലപ്പോൾ മഹല്ലിയിൽ നിന്ന് അവളെ പുറത്താക്കിയിരിക്കും. പക്ഷെ അതിന് അത്രയ്ക്ക് ഒരു ഇതില്ല. പക്ഷെ അഗ്രഹാരത്തിൽ നിന്ന് പുറത്താക്കാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. കാരണം അവരുടെ കമ്മ്യൂണിറ്റി ലിവിങ് അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി അഗ്രഹാരത്തിൽ ജീവിക്കുന്നത്, അവൾക്കെല്ലാം നഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവും തോന്നിയതുകൊണ്ടാണ് ഗംഗയെ അങ്ങനെ ആക്കിയും റസിയ മറ്റേ ക്യാരക്ടറിനെ മുസ്ലിം ആക്കിയതിന് കാര്യം. അല്ലാണ്ട് അതിൻ്റെ അകത്ത് മതമോ ജാതിയോ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈ ആവശ്യമില്ലാത്ത ഇൻ്റർപ്രിട്ടേഷൻസ് വരുമ്പോഴാണ് നമ്മളും ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പുതിയ കാലത്തെ പ്രേക്ഷകരിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റിൽ കുറേ കൂടി ജാഗ്രത പാലിക്കണം തോന്നുന്നു. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചും പ്രോഗ്രസീവായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ബാധ്യത ഇപ്പോൾ പുതിയ കാലം, ബാധ്യതയല്ല, അത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ പ്രേക്ഷകരെ സാർ എങ്ങനെയാണ് കാണുന്നത്? അല്ല, പുതിയ പ്രേക്ഷകർ മാത്രമല്ല, പുതിയ സമൂഹത്തെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. പുതിയ സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഈ വക കാര്യങ്ങളെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൽ പല സാഹചര്യങ്ങളാണ്. നമ്മുടെ സോഷ്യൽ ലൈഫ് മൊത്തം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് പ്രധാനപ്പെട്ട. ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും. അതിപ്പോൾ സിനിമയിൽ എഴുത്തുകാരനോ സംവിധായകനോ അല്ലെങ്കിൽ അഭിനേതാവോ മാത്രമല്ല, ഒരു കഥ എഴുതുന്ന ആൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇത് ബാധകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ MT മരിച്ചു കഴിഞ്ഞപ്പോൾ MTയെ പലരും ചോദ്യം ചെയ്യും. MTയുടെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പറയുന്നു, MTയുടെ പാട്രിയോട്ടിക് കാഴ്ചപ്പാടാണ് സിനിമയിലെ കഥാപാത്രങ്ങൾക്കുള്ളതെന്നൊക്കെ പറയും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. MT അന്ന് കഥ എഴുതുമ്പോൾ 4 കെട്ട് എഴുതുന്ന കാലഘട്ടത്തിലെ പാട്രിയാർക്കി സൊസൈറ്റിയിൽ നിന്നുകൊണ്ടാണ് MT കഥ എഴുതുന്നത്. ആ കാലഘട്ടത്തിലെ കഥാപാത്രമാണ്, അവിടുത്തെ മനുഷ്യരുടെ ജീവിതമാണ്, അവിടുത്തെ അപ്പുണ്ണിയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. അതുപോലെ തന്നെ അന്നത്തെ സ്ത്രീകളുടെ പരിമിതികളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചൊക്കെ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അത് ഒരു കുറ്റമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇപ്പോൾ പഴയ സിനിമയിൽ സ്ത്രീവിരുദ്ധ ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ അന്നങ്ങനെ സംഭവിച്ചു പോയി. അത് ആരുടെയും കുറ്റമല്ലല്ലോ. കാരണം അന്നത്തെ സൊസൈറ്റി അങ്ങനെയാണ്, സ്ത്രീയെ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് നമ്മളതിനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് മലയാള സിനിമയിലെ പാട്ടുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ല പാട്ടുകൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ പാട്ടെഴുത്തുകാരും കവികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ, പാട്ട് എഴുതണമെങ്കിൽ സ്വാഭാവികമായിട്ടും സിനിമയിൽ പാട്ട്, കവിതയല്ല, പ്രത്യേകിച്ച് നായികയൊക്കെ വർണ്ണിച്ചുകൊണ്ടും പ്രണയത്തെയൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് മലയാളത്തിലെ ഏറ്റവും നല്ല ഈ പറയുന്ന എന്നും ഓർക്കുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ചും സ്ത്രീയുടെ സാമീപ്യത്തെക്കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നും അത്തരം പദങ്ങളൊന്നും സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് സ്ത്രീ വിരുദ്ധതയായി മാറും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാണ്ടായി മാറും. ഇപ്പോൾ വയലാർ എഴുതിയും ONV സാർ എഴുതിയും ഭാസ്കര മാഷ എഴുതിയിലൊക്കെ ഉണ്ടത്. കാരണം എന്ന് പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ. ആ സ്ത്രീയുടെ സൗന്ദര്യ സങ്കല്പം അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് സിനിമയിലെ കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചിരുന്നത്, സംഭാഷണങ്ങളും ഉണ്ടായിരുന്നത്, സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ എന്താ പറയുക, ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ എന്താ പറയുക, ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഈ ജാതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് നീലക്കുയിലിൻ്റെ കഥ അറിയാമല്ലോ, ഏകദേശം അറിയാം. അപ്പോൾ അത്തരം സിനിമകൾ ഒരുപാട് മലയാളത്തിൽ അന്ന് വന്നിട്ടുണ്ട്. ആ രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീകളുടെയൊക്കെ കഥകൾ അന്ന് ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. അന്ന് ഈ നവോത്ഥാനത്തിന് ശേഷം ഉണ്ടായ വലിയൊരു പ്രോഗ്രസീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, നാടകത്തിലും സാഹിത്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് സിനിമയിലൊക്കെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തത്. പക്ഷേ എവിടെയാണ് നഷ്ടപ്പെട്ടത്?
ഇപ്പോൾ നിർമാല്യം വരെ നമുക്കത് പറയാൻ പറ്റും ഇല്ലേ, നിർമാല്യത്തിൽ അതുണ്ടല്ലോ. അതുകൊണ്ടാണ് വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു, വിഗ്രഹത്തിൽ കാർക്കിച്ചു പോന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ സൊസൈറ്റി മൊത്തം മാറുകയും ഇത്തരം ഒരു ഇരുളടഞ്ഞൊരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുന്നിടത്തു നിന്നാണ് പുതിയ തലമുറ അതിന് റിവോൾട്ട് ചെയ്തിട്ടാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്കൊക്കെ എത്തുന്നത് വരും. അത് അങ്ങനെയാണ് പ്രതിരോധം എന്നുള്ളത് അതുണ്ടായി വരുന്നതാണ്. അതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഞാനാണ് പറയുന്നത്, നവോത്ഥാനത്തിന് ശേഷം സിനിമയുടെ തുടക്കകാലത്തൊക്കെ തന്നെ അത്തരം പ്രോഗ്രസീവായിട്ടുള്ള കഥകളും സിനിമകളും വന്നത് അതുകൊണ്ടാണ്. പിന്നീട് ഒരു ഇരുളടഞ്ഞ കാലത്തിന് ശേഷം അതിൽ നിന്നുള്ള പൊളിച്ചെഴുത്തായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് പുതിയ കാലത്തിലെ സിനിമകളിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് കോൺഷ്യസ് ആകുന്നത്. അത് മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അതിലേക്ക് മാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പറയുന്ന ഒരു വലതുപക്ഷ അല്ലെങ്കിൽ പാരമ്പര്യവാദികൾ കുറേ ശ്രമം നടത്തുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് പലതും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കാരണം ഭയങ്കര പാരമ്പര്യവാദത്തിലേക്ക്, ആചാരത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ പേര് പറഞ്ഞിട്ടായാലും പഴയ കാലത്തിലേക്കുള്ളൊരു തിരിഞ്ഞു നടത്തം എന്ന് പറയുന്നത് സാധ്യമല്ല. അത് അങ്ങനെ സാധ്യമാക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരൂടെ ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഇത്തരം കൊലാഹലങ്ങളൊക്കെ നടക്കുന്നത്. അതെല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ, ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടതാണല്ലോ, ആണും പെണ്ണും ഒരുമിച്ച് ഇടപഴകി സഞ്ചരിക്കാൻ പാടില്ല, വ്യായാമം ചെയ്യാൻ പാടില്ല. എന്ത് ഫൂളിഷ്നെസ് ആണെന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച്. ഞാനതിനെ പ്രോഗ്രസീവായിട്ട് എതിർക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു പ്രോഗ്രസീവ് ചിന്ത വെച്ചിട്ട്, കാരണം പുതിയ കാലത്ത് അത് അസംഭവ്യമാണ്. ഇപ്പം നമുക്കറിയാം മുസ്ലിം പെൺകുട്ടികളാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ നല്ല മികച്ചു നിൽക്കുന്നത്. ഈ പറയുന്ന മതപണ്ഡിതന്മാരുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെയും മികച്ച വിജയം ഉണ്ടാക്കുന്നതിൽ പെൺകുട്ടികൾക്ക് വലിയ പങ്കുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചല്ലേ സ്കൂളിലും കോളേജിലൊക്കെ ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ ബോയ്സ് സ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. ഞാൻ ബോയ്സ് സ്കൂളിലും ബോയ്സ് കോളേജിലും പഠിച്ചിരുന്ന ആളാണ്. ഇപ്പം അതേ കോളേജ് സ്കൂളൊക്കെ ഇന്ന് മിക്സഡായി മാറി. അപ്പോൾ ഇതിലേക്ക് ശാഠ്യം ഇപ്പോൾ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കാനും ഒക്കെ പറ്റാത്തടത്ത്, അപ്പോൾ അതിൻ്റെ പുറകിൽ വേറെ അജണ്ടകളുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും ഓരോ അജണ്ടകളുണ്ടെന്നുള്ളതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. പ്രോഗ്രസീവ്നെസ്സിന് കിട്ടുന്ന ഒരു കൊമേഴ്ഷ്യലി ഉള്ളൊരു സ്വീകാര്യത ഉണ്ട്. അപ്പോൾ ആ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടി സിനിമ എടുക്കുകയും ജീവിതത്തിൽ നേരെ തിരിച്ച് പ്രസ്താവനകൾ പറയുകയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുകയും അല്ലെങ്കിൽ അപ്പോൾ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുമ്പോൾ മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയും കൂടി ഇപ്പം ഉണ്ട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട് അത്. പക്ഷെ നമുക്ക് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, അതെ, രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ അത് കൂടുതലുണ്ട്. കാരണം ആ സമയത്ത് രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുമ്പോൾ അവരത് മറന്നു പോകുന്നുണ്ട്. സിനിമയിൽ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അവരത് പരിവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണല്ലോ ആദ്യം ഇതാവേണ്ടത്. അല്ലാണ്ട് എൻ്റെ സിനിമയിൽ നമുക്ക് കോൺഷ്യസ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഡയലോഗ് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു സീൻ ഒഴിവാക്കാം. അതിനെക്കുറിച്ച് എനിക്ക് കോൺഷ്യസ് ആകാൻ പറ്റും. ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ്റെ വ്യക്തിത്വമാണ്, അവൻ്റെ കൾച്ചറായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സിനിമയിൽ അത് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ജീവിതത്തിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിലും അതേപോലെയാണ്. ചിലപ്പോൾ അവൻ്റെ എന്താ പറയുക സ്വന്തം ഇത് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര ഓഡിറ്റിംഗ് നടക്കില്ല, സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു കാലത്താണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്താകുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നോ പറഞ്ഞൊരു വാക്കെടുത്തിട്ട് വേറൊരു കോൺടെസ്റ്റിൽ അതിനെ ചേർത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു വാചകം വേറൊരു കോൺടെസ്റ്റിലായിരിക്കും പറഞ്ഞത്, അത് വേറെ കോൺടെസ്റ്റിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമായി മാറി. ഇപ്പം ഞാൻ പറയണതും കുഴപ്പമാവും, ആര് പറയുന്നതും കുഴപ്പമായി മാറും. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പേര് പ്രതികളാക്കപ്പെടുന്നുണ്ട്. വേദനിക്കുന്ന കോടീശ്വരൻ, ആ ഡയലോഗ് ശ്രീനി എഴുതിയിട്ട് വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുപോയി. മനസ്സിലായി, ശ്രീനിവാസൻ എഴുതിയത് എനിക്ക് കൊണ്ട് തോന്നി, ഞാൻ വായിച്ചപ്പോൾ തന്നെ ചിരിച്ചു. മമ്മൂക്കാക്ക് വായിക്കാൻ കൊടുത്ത് മമ്മൂക്കയെ വായിച്ചു ഉടനെ ചിരിച്ചു. ഒരു 5-6 കൊല്ലം മുമ്പ് ഏറ്റവും മനോഹരമായ സിനിമകൾ മലയാളത്തിൽ ഇപ്പം ഉണ്ടാവുന്നേക്കാളും ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 5-6 കൊല്ലം മുമ്പ്. ഇപ്പം നായകനും നായികയും അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കുന്ന നടന്മാർക്കും നടികൾക്കൊക്കെ കാരവനുണ്ട്. അവരുടെ കാരവനിൽ വേറെ ആൾക്ക് ഏറ്റില്ല. അവർ ഭയങ്കര സ്വാർത്ഥരാണ്. ഒരു താരത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയലൻസ് കാണിക്കുന്നതെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതേ മമ്മൂട്ടി തന്നെ സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങളും തെറിയൊക്കെ അതിൽ പറയുന്നുണ്ട്. അന്നത്തെ കാലത്തെ തെറി, ഇന്നത്തെ തെറിയല്ല, സിനിമയിൽ പറയാൻ പറ്റുന്ന തെറി. അമരത്തിലും ആ പെൺകുട്ടി മോളെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പം നമുക്ക് ചോദിച്ചൂടെ? കാരണം അയാളുടെ സങ്കല്പത്തിനനുസരിച്ച് അവൾ പഠിച്ച് ഡോക്ടറാവണം, അയാളുടെ സങ്കല്പത്തിനനുസരിച്ച് ഒരു പുരുഷനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് അന്നത് ശരിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അച്ചൂട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ ആ സിനിമ വന്നിരുന്നെങ്കിൽ വിമർശനം അച്ചൂട്ടി കേൾക്കുമായിരുന്നു.